Everyone, applications of trigonometry, exercise 9.1, second question. A tree breaks due to storm and the broken part bends so that the top of the tree touches the ground, making an angle of 30 degrees with it. The distance between the foot of the tree to the point where the top touches the ground is 8 meter. Find the height of the tree. നമുക്ക് ഫിഗർ വരച്ച് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ട്രീ ഉണ്ട്. ആ ട്രീ with this be the tree. അപ്പം ട്രീ ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ട്രീ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പ് പാർട്ട് എന്താവും, അത് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് ഇങ്ങനെ വീഴും വിത്ത് മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ഗ്രൗണ്ട്. ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഇതിനൊരു നെയിം കൊടുക്കാം. നമുക്ക് ഈ ട്രയാങ്കിളിനെ ഇവിടെ ഫോം ചെയ്യുന്ന ABC കൊടുക്കാം. ഈ ഒരു ടോപ്പ് ഓഫ് ദ ട്രീ ഇവിടെയാണ്, ഇത് ടോപ്പ് ഓഫ് ദ ട്രീ ആണ്, ഇത് ഫുട്ട് ഓഫ് ദ ട്രീ ആണ് ഇവിടെ ഉണ്ടാവാൻ അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രീ വരുന്നത്. അത് ഇവിടുന്ന് പൊട്ടി ചെരിഞ്ഞ് താഴെ വീണു. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഓഫ് ദ ട്രീ എവിടെ എത്തും, ഈ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മേലത്തെ കഷ്ണം, ഈ ട്രീൻ്റെ ടോപ്പ് പാർട്ട് AD എന്ന് പറഞ്ഞ പാർട്ടാണ് ചെരിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് ചെരിഞ്ഞ് വീണ് AC. അപ്പോൾ എന്തായിരിക്കും, AD is equal to AC ഉണ്ട്. AD ആണ് ചെരിഞ്ഞ് വീണത്, അപ്പോൾ AD is equal to AC. അത് മനസ്സിലാക്കി വെക്കാം. അപ്പം നമുക്ക് കാണേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുമ്പോൾ BD, ഈ ഫുൾ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈറ്റ് ഓഫ് ദ ട്രീനെ നമുക്ക് ഹൈറ്റ് ഓഫ് ട്രീ എന്താണ് BD. പക്ഷേ BDനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് കണ്ടുപിടിക്കണം. AB പ്ലസ് AD പറയാം. AB പ്ലസ് AD. AB പ്ലസ് AD ആണ് ഫുൾ ലെങ്ത് ഓഫ് ദ ട്രീ, ഹൈറ്റ് ഓഫ് ദ ട്രീ. ഓക്കെ, പക്ഷേ AD is not part of the triangle. പക്ഷേ എന്താണ് നമ്മൾ പറഞ്ഞു, AD is equal to AC. അപ്പോൾ ADക്ക് പകരം AC വെക്കണം. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ABയും ACയും കണ്ടുപിടിക്കണം. ABയും ACയും കണ്ടുപിടിക്കണം. അത് രണ്ടും എന്താണ്, ഈ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സാണ്. വേറെ എന്താ ഡേറ്റ തന്നിട്ടുള്ളത്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ ടോപ്പ് ഓഫ് ദ ട്രീ ഗ്രൗണ്ട് ലെവലുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പം ഈ ആംഗിളാണ് എന്ത് 30 ഡിഗ്രി തന്നിട്ടുള്ളത്. പിന്നെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പം ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ട് ഓഫ് ദ ട്രീന്ന് ടോപ്പ് ഓഫ് ദ ട്രീ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സ്ഥലം വരെ 8 മീറ്റർ. അപ്പോൾ BC എന്ന് പറഞ്ഞ ലെങ്ത്തും തന്നിട്ടുണ്ട് 8 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഡേറ്റയാണ് തന്നിട്ടുള്ളത്. ഇനി ABയും ACയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എന്താണ്, നമുക്കൊരു ആംഗിളും ഒരു സൈഡും അറിയെങ്കിൽ നമുക്ക് മറ്റേ സൈഡ്സ് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ആംഗിളും അറിയാം, ഒരു സൈഡും അറിയാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABCൻ്റെ BC എന്ന് പറഞ്ഞ സൈഡും അറിയാം, ഒരു ആംഗിളും അറിയാം, ആംഗിൾ Cയും അറിയാം. ഓക്കെ, ഇനി നമുക്ക് ABയും കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് ACയും കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് AC കണ്ടുപിടിക്കാം. AC ഈസ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന സൈഡാണ്. ഓക്കെ, ഈ ആംഗിളിനെ സംബന്ധിച്ച് ഈ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് ആണ് AC. ആൻഡ് പിന്നെ BC എന്ന് പറയുന്നത് ഈ ആംഗിൾ 30ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് റേഷ്യോ എടുക്കുക, അഡ്ജസൻറ്റും ഹൈപ്പോട്ടന്യൂസും വരുന്നത് എന്താണ്, കോസ് ആംഗിളാണ്, കോസ് തീറ്റയാണ്. കോസ് 30 ഇവിടെ. അപ്പം കോസ് 30 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇവിടെ സൈഡ് BC ബൈ AC. ഓക്കെ, വാല്യൂ ഓഫ് കോസ് 30 ഇസ് √3/2. പിന്നെ BC 8 മീറ്ററാണ്, AC നമുക്ക് അറിയില്ല. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം AC ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്യാം. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ACനെ അങ്ങോട്ട് എടുക്കുക, 2 and √3ന് അപ്പുറത്തെ സൈഡിലേക്കും പോകും. അപ്പോൾ AC ഇസ് ഈക്വൽ ടു 8 into 2 by √3, അപ്പുറത്തെ സൈഡ് ആകുമ്പോൾ ഡിവൈഡ് ബൈ √3 ആവും. ഓക്കെ,
അപ്പം എന്താ എത്ര കിട്ടാം √16√3 എന്ന് കിട്ടും AC. ഓക്കെ, ദാറ്റ് മച്ച് മീറ്റർ. ഇനി നമുക്ക് AB കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, AB കണ്ടുപിടിക്കാൻ ഓക്കെ AB ഈ ആംഗിൾ 30ൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നൊരു ഓപ്പോസിറ്റ് സൈഡായിട്ട് വരാം. ഓക്കെ, പിന്നെ നമുക്ക് അഡ്ജസൻറ്റും അറിയാം. ഇവിടെ 2 ട്രിഗ്നോമെട്രിക് റേഷ്യോ എടുക്കാം. നമുക്കിപ്പോൾ ഹൈപ്പോട്ടന്യൂസും കണ്ടുപിടിച്ചുകൊണ്ട് ഇതർ നമുക്കത് സൈൻ്റെ റേഷ്യോ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ടാൻ ആയിട്ടും എടുക്കാം. നമ്മളിപ്പോൾ ടാൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടാം? ടാൻ 30 is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ്. ഓപ്പോസിറ്റ് സൈഡ് AB ഉള്ളത്, അഡ്ജസൻറ്റ് സൈഡ് BC റേഷ്യോ. ഇനി tan 30 is 1/√3. AB ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് അറിയാത്തത്, അപ്പോൾ AB തന്നെ എഴുതി. BC is 8. അപ്പോൾ എന്ത് കിട്ടും? AB is equal to √8 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും, അപ്പോൾ 8/√3 കിട്ടും. ഓക്കെ, അപ്പോൾ ആ 2 ലെങ്ത്തും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ AB കിട്ടി, AC കിട്ടി. 8/√3 പ്ലസ് AC is 16/√3. ഓക്കെ, ആഡ് ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടും. 8 + 16 in the numerator, denominator same ആണ് √3. ഓക്കെ, 8 + 16 is 24 divided by √3. അപ്പം √3 ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്, നമുക്ക് അതിനെ റാഷണലൈസ് ചെയ്ത് എഴുതാം. അപ്പോൾ √3 ചെയ്യും, ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 24√3 divided by √3 into √3 3 ആണ്, and 3 goes in 24 8 times. അപ്പോൾ 8√3 meter ആണ് height of the tree. Okay, മനസ്സിലായി? Like and share it with your friends. Thank you.